മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ അയ്യോ പഞ്ചപാവം പാർട്ടി എന്നൊരു തോന്നലുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിലെ ചില താപ്പാനകൾ ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ച് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം കാശുള്ളവനെ വാരിക്കോരി സഹായിക്കുന്ന ഒരു അധോലോക പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് തോന്നും. പരിശുദ്ധനായ അള്ളാഹു പറഞ്ഞിരിക്കുന്ന എന്താണ്? ന്യായത്തിനൊപ്പം നിൽക്കുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവർ ചെയ്യുന്നത് അന്യായത്തിന് ഒപ്പം നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വള്ളിക്കുന്ന് പഞ്ചായത്തിൻ്റെ മാത്രം ചുമതലയുള്ള ഒരു ലീഗ് നേതാവും അതുപോലെ തന്നെ ലീഗിൻ്റെ പ്രമുഖ നേതാക്കളൊക്കെ ഇതിനകത്ത് പങ്കുണ്ടാവണം. നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വാർത്ത ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. കഥ അബ്ദുൾ റസാഖ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ, 46 വയസ്സാണ്. വൃക്ക സംബന്ധിച്ച അസുഖങ്ങൾക്ക് വളരെ രോഗപീഠകളൊക്കെ ഏറ്റുകൊണ്ടിരിക്കുന്ന 46 വയസ്സുള്ള ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹം 2010 ഒരു ബെസ്റ്റ് ക്വാളിറ്റി ജനറൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി തുടങ്ങുന്നു. ബെസ്റ്റ് ക്വാളിറ്റി ജനറൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞ കമ്പനി ദുബായിൽ തുടങ്ങുന്നു. വളരെ നല്ല രീതിയിൽ ഫുഡ് ഐറ്റംസ് ആണ്, ഡ്രിങ്ക്സ്, ഫുഡ് അങ്ങനെയുള്ള ഐറ്റംസ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി. ആ കമ്പനിക്ക് 2022 ആയപ്പോൾ അദ്ദേഹം ചെന്നൈയിൽ ആസ്ഥാനമാക്കി ആവടിയിൽ ഒരു ഇന്ത്യൻ കേന്ദ്രം, അതായത് ഇന്ത്യയിൽ അതിൻ്റെ ആസ്ഥാന ഓഫീസ് ചെന്നൈയിലാണ്, ആവടിയിലാണ്. ഒരു സിഡ്കോയുടെ എസ്റ്റേറ്റ് ഏരിയയിലാണ് അതിൻ്റെ ആസ്ഥാന ഓഫീസ്. 2022 അങ്ങനെ ഒരു ഓഫീസ് സ്ഥാപിച്ചു. വളരെ സഹോദരന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരു വളരെ അധികം സൗഹാർദ്ദമായ അന്തരീക്ഷത്തിൽ ഗംഭീരമായി ദുബായ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ഈ 2023 ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം തുടങ്ങുകയാണ്. ആ ബിസിനസ്സിലേക്ക് ചില ആളുകൾ കടന്നു വരികയാണ്. പേരുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇവരൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളാണ് ഈ അബ്ദുൾ. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കഥാപാത്രങ്ങളും. ഈ വരാൻ പോകുന്ന കഥാപാത്രം നിസാർ കുന്നുമ്മൽ, അതുപോലെ തന്നെ സാലിഹ് മറ്റത്ത്, ഫൈസൽ, ഇസ്മായിൽ സഖാഫി എന്ന് തുടങ്ങിയ 4 പേര് ഇയാളെ സമീപിച്ചിട്ട് പറയുന്നു, നമുക്കൊരു ടൈപ്പ് ആകാം ബിസിനസ്സിൽ, നിങ്ങൾ കുറച്ചധികം സാധനങ്ങൾ ഞങ്ങൾക്ക് തരുന്നു. ആദ്യമൊക്കെ ദുബായിലുള്ള ഇടപെടലൊക്കെ, കാരണം ദുബായിൽ വെച്ച് ഇവർ ബിസിനസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഇടപാടുകളിൽ വളരെ ജെനുവിനായിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, കൃത്യമായ സാമ്പത്തിക ഇടപാടൊക്കെ നടന്നു. അതിനുശേഷം ഇന്ത്യയിൽ ഓഫീസ് തുറന്ന പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഇവർ വന്ന് പറയുന്നു, നമുക്ക് ഒരിക്കൽ ടൈപ്പാകാം എന്ന് പറഞ്ഞ് ഇയാളെ വിശ്വസിപ്പിച്ചു. അബ്ദുളിനെ വിശ്വസിപ്പിച്ചിട്ട് മറ്റ് പല ആളുകളെ കൊണ്ട് പറയിക്കുകയൊക്കെ ചെയ്തിട്ട് ബിസിനസ്സിൽ ഇവരുടെ കയ്യിൽ നിന്നും ഫുഡ് ഐറ്റംസ് 62 കോടി രൂപയുടെ ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നു. ചെറിയ നിസാര തുകയിൽ 62 കോടി രൂപ ഇന്ത്യൻ മണിയുടെ വാല്യൂ ഉള്ള സാധനങ്ങൾ, പല കാര്യങ്ങളുണ്ട്. ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ പല സാധനങ്ങളും ഇവർ പർച്ചേസ് ചെയ്യുന്നു. ഇവർ വിതരണം ചെയ്ത് കാശ് നിങ്ങൾക്ക് തിരികെ തരാം. അങ്ങനെ കിട്ടാതെ വരുന്നു. ഈ പൈസ കിട്ടണ്ടേ? 62 കോടി നിസ്സാരമല്ലല്ലോ. ഞാനീ പറയുന്നത് ചെന്നൈ ക്രൈംബ്രാഞ്ചിന് നൽകിയ പരാതിയിൽ പറയുന്ന തുകയാണ്. അതിന് മുന്നേ നടന്ന ഈ പരാതിയിൽ പറയാത്ത ചില വസ്തുതകൾ കൂടിയുണ്ട്. ഈ അബ്ദുളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ആദ്യമൊക്കെ ഇടപാട് നടന്നു, അതിൽ കുറച്ചൊക്കെ കൃത്യമായ ഇടപാടായിരുന്നു. അതിനുശേഷം ഇവർ വന്നു, എന്നിട്ടൊരു വലിയ ഇടപാട് നടത്തി. അതാണ് 62 കോടി രൂപയുടെ ഇടപാട്. അതിനു മുമ്പ് ഈ 62 കോടി രൂപയുടെ ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഒരു 20 കോടി രൂപയുടെ ഇടപാട് നടത്തിയിരുന്നു. ആ ഇടപാടിൽ ഈ അബ്ദുളിന് പൈസ കിട്ടാതെ വന്നപ്പോൾ ഈ പല ആളുകളോടും പറഞ്ഞു, അവരോട് പറഞ്ഞ് ഈ കാശ് വസൂലാക്കി തരപ്പെടുത്തി തരണം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ആകെ തകർന്നു പോകും എന്ന് പറഞ്ഞപ്പോൾ ലീഗ് നേതാക്കൾ ഇടപെട്ടിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവർക്ക് കുറച്ചുകൂടി സാധനങ്ങൾ കൊടുക്കുക. ഈ ക്രെഡിറ്റിലാണല്ലോ സാധനങ്ങൾ ഓടുന്നത്. അപ്പോൾ അവരുടെ കാശ് ഇപ്പോൾ പുറത്ത് കിടക്കുകയാണ്, അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തരാത്തത്. അപ്പോൾ കുറച്ചുകൂടി സാധനം നിങ്ങൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതുകൂടി വിതരണം ചെയ്ത് കാശ് നിങ്ങൾക്ക് തിരികെ തരുമെന്ന് ഇദ്ദേഹത്തെ വ്യാമോഹിപ്പിച്ചു. ഇദ്ദേഹം വീണ്ടും കൊടുത്തു. അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലെത്തി 62 കോടി രൂപയുടെ സാധനങ്ങൾ ടോട്ടലായിട്ട് ഇവരെടുത്തു. അതാണ് ആ പരാതിയിൽ പറയുന്നത്. എന്നിട്ട് പല തവണയായി 16 കോടി രൂപ തിരികെ കൊടുത്തു. ഇനിയപ്പോൾ ഏകദേശം 46 കോടി രൂപ ഇനിയും ഈ നിസാർ കുന്നുമല്ലും സാലിഹ് മറ്റത്തും ഫൈസലും ഇസ്മായിൽ സഖാഫിയൊക്കെ ചേരുന്ന സംഘം ആർക്ക് കൊടുക്കാനുണ്ട്? നമ്മുടെ അബ്ദുൾ റഹ്മാന് കൊടുക്കാനുണ്ട്, പരാതിക്കാരന് കൊടുക്കാനുണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹം ചെന്നൈ ക്രൈംബ്രാഞ്ചിൽ പരാതി കൊടുക്കുന്നത്. ഈ ജൂലൈ മാസം ഹിയറിങ്ങിനൊക്കെ ഈ പ്രതികളെ വിളിച്ചിരുന്നു. ഇവർ പോയോ എന്നൊന്നും അറിയില്ല. ഇത് ഇപ്പോൾ പറയുന്നത്, കാരണം ഇവരുടെയൊക്കെ ആഡംബര സ്വത്തുക്കൾ, ചെന്നൈയിലുള്ള ആഡംബര കെട്ടിടം, അതുപോലെ തന്നെ മറ്റ് പല സംവിധാനങ്ങളും, വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള ആഡംബര കാറുകളുടെ ശേഖരം, ഇതൊക്കെ ഒരുപാട് സ്വത്ത് അല്ലെങ്കിൽ ഒരുപാട് പണം ആസ്തി സമ്പാദിച്ചത് ഇങ്ങനെ സാധാരണ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളെ കബളിപ്പിച്ചാണ്.
തിരിച്ചു കൊടുക്കാനുള്ള പണം തിരിച്ചു കൊടുക്കാതെ കബളിപ്പിച്ചിട്ടാണ് ഈ കാശ് ഇവർ സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവരുടെ കാശിൻ്റെ വിഹിതം ആർക്ക് പോകുന്നുണ്ട്? പൊളിറ്റിക്കൽ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് ലീഗ് നേതാക്കൾക്ക് പോകുന്നുണ്ട്. അവരാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്നത്, ഈ തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്നത് അവരാണ്. ഈ അബ്ദുൾ റഹ്മാൻ പറയുന്നത് ഈ കള്ളക്കടത്ത്, ഹവാല, കുഴൽപ്പണം, സ്വർണം പൊട്ടിക്കൽ, സ്വർണം കടത്ത്, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളാണ് ഇവർ അണ്ടർഗ്രൗണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധോലോക ബിസിനസ്സാണ് ഇവർക്കുള്ളത്. ഇവരെക്കുറിച്ച് NIA, ദേശീയ സുരക്ഷാ ഏജൻസി അന്വേഷിക്കണം, ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം, അതുപോലെ ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം. എങ്കിൽ മാത്രമേ ഇവരുടെ തട്ടിപ്പുകൾ പുറത്തു വരൂ. ഒപ്പം എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ തുക, എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട്, എൻ്റെ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അതിനുള്ള തുക ഇവർ തിരികെ തന്നിട്ടില്ല. എൻ്റെ കമ്പനി ഇപ്പോൾ വിയർപ്പൊഴുക്കുകയാണ്. എന്താണ് ഈ കടത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറുമെന്ന് എൻ്റെ കമ്പനി നട്ടം തിരിയുകയാണ്. ഇവർ കാശ് തിരികെ തരണം. അങ്ങനെയാണ് പരാതി കൊടുത്തത്. പരാതി കൊടുത്തിട്ടും ഫലമൊന്നുമില്ല. കാരണം എന്താണ്? ഉന്നത പൊളിറ്റിക്കൽ ഇടപെടൽ. ഇവർക്ക് കേരളത്തിൽ ഭരണമില്ല, ലീഗിന് പ്രത്യേകിച്ച് കേരളത്തിൽ അധികാരമില്ല എന്നറിയാം. 10 വർഷമായിട്ട് പ്രതിപക്ഷത്താണ്. പക്ഷേ ഇവരുടെ ഇടപെടൽ ശക്തമാണ്. ഇവർ കൃത്യമായി ഇടപെടുന്നത് കൊണ്ടും ഈ പ്രതികളെ സംരക്ഷിക്കുന്നത് കൊണ്ടുമാണ് അന്വേഷണ ഏജൻസികൾക്ക് ഇവരെ പൂട്ടാൻ കഴിയാതെ പോകുന്നത് എന്നുള്ള വാസ്തവങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ മുസ്ലിം ലീഗ് നേതാക്കളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇമാതിരിയുള്ള കള്ളക്കടത്തുകാരെയും സ്വർണ്ണക്കടത്തുകാരെയും നിങ്ങൾ ഇങ്ങനെ പിന്തുണച്ചത് കൊണ്ട് നിങ്ങൾ ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത്? പ്രതിപക്ഷ പാർട്ടിയായ നിങ്ങൾക്ക് അടുത്ത് ഭരണം കിട്ടണമെന്ന് ഒരു ലവലേശമെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സത്യസന്ധതയുടെ കൂടെ നിന്ന് സത്യസന്ധരായ ആളുകളെ, നീതിപൂർവ്വം ബിസിനസ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ പിന്തുണയ്ക്കുക. അല്ലാതെ ആഡംബര കെട്ടിടങ്ങൾ, ആഡംബര കാറുകൾ, ആസ്തി വികസനം, കള്ളക്കടത്ത്, ഇങ്ങനെയൊക്കെ പണത്തിനു വേണ്ടി സ്വന്തം സഹോദരനെ പോലും ഒറ്റുകൊടുക്കുന്ന തരത്തിലേക്ക് മാറിപ്പോകുന്ന ഈ നിസാർ കുന്നുമലിനെയും അതുപോലെ സാലിഹ് മറ്റത്തിനെയും ഫൈസലിനെയും ഇസ്മായിൽ സഖാവിയും ഒക്കെ നിങ്ങൾ പിന്തുണയ്ക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്? ഇത് പൊതുജനം കൂടി അറിയണം. ഇതാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഈ പാർട്ടി നേതാക്കളുടെ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കളുടെ പിന്തുണ ഇമാതിരിയുള്ള കള്ളക്കടത്തുകാർക്കാണ് പോകുന്നതെങ്കിൽ ഇവർ ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അത് ജനങ്ങൾ കൂടി തിരിച്ചറിയണം. ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗും ഇത്തരം കാര്യങ്ങളിൽ പുനർവിചിന്തനം നടത്തണം. എന്നിട്ട് പാവം അബ്ദുൾ റഹ്മാനെ പോലുള്ള ബിസിനസ്സുകാരെ സംരക്ഷിക്കുന്ന നയം സ്വീകരിക്കണം. ഈ തട്ടിപ്പുകാരെയും കൊള്ളക്കാരെയും നിയമത്തിന് വിട്ടുകൊടുക്കാനും ലീഗ് നേതാക്കൾ തയ്യാറാകണം. അല്ലാതെ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി, ഇവർക്ക് പിടിപണി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ അധികാര കസേരകൾക്ക് കീഴിൽ നിങ്ങൾ പോയി കാല് പിടിക്കാനും കാല് തടവി കൊടുക്കാനും പോകുന്നത് അമ്പേ നാണക്കേടാണ് എന്ന് മാത്രം.